ഹായ് ഫ്രണ്ട്സ്, സ്വിറ്റ്സർലാൻഡിലെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഞങ്ങൾ നടത്തിയ ഒരു ചെറിയ യാത്രയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്റർലാക്കൻ. ജർമ്മനിയിലെ ഡുസൽഡോഫിൽ നിന്നാണ് ഞങ്ങൾ ആദ്യം സ്വിറ്റ്സർലൻഡിലെ സ്യൂറിച്ച് എന്ന മനോഹര നഗരത്തിലേക്ക് എത്തിയത്. ഏകദേശം 1 മണിക്കൂർ എടുത്തു ഫ്ലൈറ്റ് യാത്ര. ഒരാൾക്ക് 100 മുതൽ 200 യൂറോ വരെയാണ് ഫ്ലൈറ്റ് ചാർജ്. ഇത് സീസൺ അനുസരിച്ച് മാറിയിരിക്കും. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഫ്രീ വൈഫൈ ലഭ്യമാണ്. കൂടാതെ എയർലോ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ സിം എനേബിൾ ആയിട്ടുള്ള ഫോണിൽ നെറ്റ് ഉപയോഗിക്കാം. ഔട്ട്സൈഡ് ഷോപ്സിൽ നിന്ന് സിം വാങ്ങാവുന്നതാണ്. ഓരോ പ്ലേസിലും റേറ്റ് ഡിഫറന്റ് ആണ്. 30 യൂറോ മുതൽ സിമ്മുകൾ ലഭ്യമാണ്. സ്വിറ്റ്സർലൻഡ് യാത്രയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് സ്വിസ് ട്രാവൽ പാസ്. സ്വിസ് ടൂർസ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ഓൺലൈൻ വഴി സ്വിസ് ട്രാവൽ പാസ് എടുക്കാവുന്നതാണ്. ഇതുകൊണ്ട് ട്രെയിൻ, ബസ്, ബോട്ട്, മ്യൂസിയം എല്ലാം അൺലിമിറ്റഡ് ആയി യാത്ര ചെയ്യാം. ചില മൗണ്ടെയിൻസ് റൈഡുകൾ ഫുൾ ഫ്രീ അല്ല, പക്ഷേ 50% ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നതാണ്. യാത്ര വളരെ ഈസിയാണ്. ഓരോ യാത്രയ്ക്കും ടിക്കറ്റ് പ്രത്യേകം ക്യൂ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. സ്വിസ് ട്രാവൽ പാസിലെ QR കോഡ് സ്കാൻ ചെയ്താൽ മതിയാകും. സൂറിച്ചിൽ നിന്ന് ഇന്റർലാക്കൻ വരെ ട്രാവൽ ഓപ്ഷനുകൾ പലതുണ്ട്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് റെന്റൽ കാറുകൾ. കൂടാതെ സൂറിച്ചിൽ നിന്ന് ഇന്റർലാക്കൻ വരെ 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഡയറക്റ്റ് ട്രെയിനുകളും ലഭ്യമാണ്. ഈ 2 മണിക്കൂർ യാത്രകൾ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. അതിമനോഹരമായ പർവ്വതങ്ങളും താഴ്വാരങ്ങളും ചെറിയ വീടുകളും പള്ളികളും അടങ്ങിയ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ തേടി എത്തുന്നത്. ട്രെയിൻ ഓരോ വളവിൽ കയറുമ്പോൾ ഓരോ ഫ്രെയിമും ഒരു പോസ്റ്റ് കാർഡ് പോലെ തോന്നി. ചിലപ്പോൾ സൂര്യപ്രകാശം മലകളിൽ പതിയുമ്പോൾ അത്ര മനോഹരമായ ഗോൾഡൻ ഗ്ലോ. ഇടയ്ക്ക് തടാകങ്ങൾ കാണാം. നീല നിറത്തിൽ തെളിഞ്ഞ വെള്ളം, അതിൽ ആകാശം പ്രതിഫലിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. യാത്ര ശാന്തമായിരുന്നു. ട്രെയിനിന്റെ ശബ്ദം, മഞ്ഞിന്റെ തണുപ്പ്, പുറത്ത് കാണുന്ന കാഴ്ച എല്ലാം കൂടി ഒരു പീസ്ഫുൾ മൂഡ്. ചിലപ്പോൾ ചുറ്റും സൈലൻസ് മാത്രം. അത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൽപ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് തന്നെ ഒരു ശാന്തത കിട്ടുന്നു. യാത്ര ഒരു സ്ഥലത്തേക്കല്ല, ഒരു മനോഭാവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പോലെ തോന്നും. ചില യാത്രകൾ ഓർമ്മകളായി മാത്രം മങ്ങുന്നില്ല, അവ മനസ്സിൽ ചെറു കഥകളായി തുടരും. ഈ ആൽപ്സ് യാത്ര അതിലൊന്നാണ്. ഇന്റർലാക്കൻ എന്ന് പേര് കേട്ടാൽ തന്നെ മനസ്സിലൊരു യാത്രയുടെ ഫീലിംഗ് വരും അല്ലേ? ഈ പട്ടണത്തിന്റെ പേര് തന്നെ അതിന്റെ സ്ഥലം പറഞ്ഞു തരുന്ന പോലെ. ഇന്റർ എന്ന് വെച്ചാൽ ഇടയിൽ, ലാക്കൻ അഥവാ തടാകങ്ങൾ, അതായത് 2 തടാകങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണം. ഒരു വശത്ത് ലേക്ക് ടൂൺ, മറ്റേ വശത്ത് ലേക്ക് ബ്രെയിൻസ്. രണ്ടും മനോഹരമായ നീല നിറമുള്ള തടാകങ്ങൾ. ടൗൺ ചെറുതാണ്, പക്ഷേ അതിന്റെ സൗന്ദര്യം വളരെ വലിയതാണ്. എവിടെ നോക്കിയാലും മലകളും തടാകങ്ങളും പച്ചപ്പും ഒരു പോസ്റ്റ് കാർഡ് പോലെയാകും. ഇന്റർലാക്കന്റെ മധ്യത്തിൽ ഹോഹെ മറ്റേ പാർക്ക് എന്ന വലിയ ഒരു പച്ചപ്പാതയുണ്ട്. അവിടെ കയറുമ്പോൾ ആകാശത്ത് പറക്കുന്ന പാരാഗ്ലൈഡേഴ്സിനെ കാണാം. അവർ ആകാശത്ത് ഗ്ലൈഡ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് പീപ്പിൾ അവിടെ സിംപ്ലി ഇരുന്ന് എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കും ആ കാഴ്ച അത്ര മനോഹരമായിരുന്നു. അതിനാലാണ് വ്ലോഗിൽ ഒരു ചെറിയ ക്ലിപ്പ് ഉൾപ്പെടുത്തിയതും. ടൗണിൽ ചെറിയ കഫേകൾ, സുവനിയർ ഷോപ്പുകൾ, ചോക്ലേറ്റ് ഷോപ്പുകൾ എല്ലാം നിറഞ്ഞിരിക്കും. ഓരോ ഇടത്തും ഒരു ക്യൂട്ട് വൈബ്. ഇന്റർലാക്കൻ വെസ്റ്റ്, ഇന്റർലാക്കൻ ഓസ്റ്റ് എന്നിങ്ങനെ 2 പ്രധാന സ്റ്റേഷനുകളാണ് ഇവിടെയുള്ളത്. ഓസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഹാർഡർകുമിലേക്കുള്ള ഫ്യൂണിക്കുലർ ട്രെയിൻ എളുപ്പത്തിൽ ലഭിക്കും. ഹാർഡർകും വ്യൂ പോയിന്റിൽ കയറിയാൽ ടൗൺ മുഴുവൻ 2 തടാകങ്ങളും പിന്നിൽ യുങ്ഫ്രൗ മലയും കാണാം. ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനായി Booking.com പോലുള്ള സൈറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹോട്ടലുകളോ ഹോസ്റ്റലുകളോ ബുക്ക് ചെയ്യാവുന്നതാണ്. 70 മുതൽ 200 യൂറോ വരെയുള്ള റൂംസുകൾ അവൈലബിൾ ആണ്. ഇന്റർലാക്കൻ ഓസ്റ്റ് സ്റ്റേഷന് സമീപമാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. 3 ദിവസത്തിന് ഏകദേശം 300 യൂറോ ആയി. മുറിയുടെ ജനാല തുറന്നപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ പറയാനാകാത്ത മനോഹര കാഴ്ചകൾ തെളിഞ്ഞു. ഒരു സ്വപ്നലോകം പോലെ തോന്നി. ഭൂമിയിലെ സ്വർഗം സ്വിറ്റ്സർലൻഡ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. ഇന്റർലാക്കൻ ഓസ്റ്റിൽ നിന്നും ഷൈനിക പ്ലാറ്റിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ചെറിയ ഹിസ്റ്റോറിക് കോക്ക്വീൽ ട്രെയിൻ എടുത്ത് മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ വാവ്, പച്ചമേടുകൾ, പൈൻ വനങ്ങൾ, ചെറിയ തോടുകൾ, ഓരോ നിമിഷവും കണ്ണുകൾ നിറച്ചു തീരും. ജനാലയിലേക്ക് കൈവച്ചാൽ കാറ്റും കറങ്ങി വരും.
50 മിനിറ്റ് എടുത്ത് മുകളിലെത്തുമ്പോൾ ആൽപ്സിലെ എയ്ഗർ, മോൺഷ്, യുങ്ഫ്രൗ എല്ലാം ഫ്രണ്ടൽ വ്യൂ ആണ്. അതിനോടൊപ്പം പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളും ചെറിയ വില്ലേജുകളും ബ്ലൂ ലേക്കുകളും പോസ്റ്റ് കാർഡ് പോലെ വീണ്ടും തെളിഞ്ഞു നിൽക്കും. മുകളിൽ പനോരമ വ്യൂസ് ഉണ്ട്. ആൽപ്ലൈൻ ഗാർഡൻ, ഷോർട്ട് ഹൈക്കിംഗ് ട്രെയിൽസ്. ഞങ്ങളൊന്ന് സ്ട്രോൾ ചെയ്തു, ഫ്യൂ ഫോട്ടോസ് എടുത്തു, ചെറിയ നേച്ചർ സൗണ്ട് ആസ്വദിച്ചു. സമ്മർ അല്ലെങ്കിൽ ഏർലി ഓട്ടമിൽ ഇവിടേക്ക് വരാൻ റെക്കമെൻഡ് ചെയ്യും. പുഷ്പങ്ങൾ ബ്ലൂം ചെയ്തിരിക്കും. വെതർ പെർഫെക്റ്റ്ലി ക്ലിയർ ആണ്. ഷൈനിക പ്ലാറ്റയിലെ ട്രെയിൻ യാത്ര മാത്രമല്ല, ആൽപ്സിൽ ഒരു സ്മോൾ അഡ്വഞ്ചർ പോലെയുണ്ട്. എല്ലാവർക്കും ഒരു ഹൈലി വിസിറ്റ് റെക്കമെൻഡേഷനാണിത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന യുങ്ഫ്രൗ പർവ്വതം സ്വിറ്റ്സർലൻഡിലെ ആൽപ്സിലെ ഏറ്റവും പ്രശസ്തമായ മലകളിൽ ഒന്നാണ്. ഇത് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന പേരിലും പ്രശസ്തമാണ്. ആൽപ്സിലെ വ്യൂ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഇന്റർലാക്കൻ വെസ്റ്റിലേക്കായിരുന്നു. ഇന്റർലാക്കനിലെ ലേക്ക് ടൂൺ ക്രൂയിസ് ട്രിപ്പിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വിസ് ട്രാവൽ പാസ് ഉള്ളവർക്ക് സൗജന്യമായി യാത്ര ചെയ്യാവുന്നതാണ്. ഈ ക്രൂയിസ് ട്രിപ്പ് 1 മുതൽ 1.5 മണിക്കൂർ ദൈർഘ്യമേറിയതാണ്. മനോഹരമായ ക്രൂയിസ് ട്രിപ്പിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഇന്റർലാക്കനിലെ ടോപ്പ് വ്യൂ പോയിന്റായ ഹാർഡർ കുണ്ടിലേക്കാണ്. ട്രെയിൻ മുകളിലേക്ക് കയറുമ്പോൾ പുറത്തുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ തുടങ്ങും. ആൽപ്സ് മലനിരകൾ, ശാന്തമായ തടാകങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ എല്ലാം കാഴ്ചയാകുന്നു. ടിക്കറ്റുകൾ സ്റ്റേഷനിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ എടുക്കാവുന്നതാണ്. സ്വിസ് ട്രാവൽ പാസ് ഉള്ളതിനാൽ 50% ഡിസ്കൗണ്ടിന് ശേഷം ടിക്കറ്റുകൾ ലഭ്യമാകുന്നതാണ്. ഹാർഡർ കുൾമയിലെത്തിയാൽ 1322 മീറ്റർ ഉയരത്തിൽ നിന്നുള്ള ഇന്റർലാക്കൻ ടൂൺ ഡ്രീംസ് തടാകങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇത് വാക്കുകളിൽ പറയാനാവാത്ത ഒരു അനുഭവമാണ്. അതിനുശേഷം ബസ്സിൽ കയറി ഇന്റർലാക്കൻ ടൗണിന്റെ സുന്ദരമായ സ്ട്രീറ്റുകൾ കാണാനാണ് ഞങ്ങൾ പോയത്. ചെറിയ കഫേകൾ, പഴയ വീടുകൾ, മനോഹരമായ കാഴ്ചകൾ എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ സാധിച്ചു. ബസ്സിൽ സഞ്ചരിക്കുന്നത് നഗരത്തിന്റെ ഹൃദയത്തിലേക്ക് ഒരു യാത്രയായിരുന്നു. യാത്രയുടെ അവസാന ദിവസം ഞങ്ങൾ സ്വിറ്റ്സർലൻഡിന്റെ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രമായ സ്യൂറിച്ചിലെ മ്യൂസിയം സന്ദർശിക്കാൻ പോയി. ഈ മ്യൂസിയം സ്വിറ്റ്സർലൻഡിന്റെ ചരിത്രം, കല, ശാസ്ത്രം എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകുന്നു. മ്യൂസിയത്തിലെ പ്രദർശനങ്ങൾ സ്വിറ്റ്സർലൻഡിന്റെ സമ്പന്നമായ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. 1898 നിർമ്മിച്ച ഈ മനോഹര കെട്ടിടം ഫ്രഞ്ച് ശൈലിയിൽ ഒരുക്കിയതാണ്. മ്യൂസിയത്തിൽ സ്വിറ്റ്സർലൻഡിന്റെ ചരിത്രം, കല, സംസ്കാരം എന്നിവയുടെ സമ്പന്നമായ പ്രദർശനങ്ങൾ കാണാം. പ്രാചീന കാലഘട്ടം മുതൽ മോഡേൺ കാലം വരെ കലാസൃഷ്ടികൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പഴയ നഗരപ്രദേശത്തെ ഒരു പ്രധാന സഞ്ചാര കേന്ദ്രമാണ് ഇത്. മ്യൂസിയം ചൊവ്വ മുതൽ ഞായർ വരെ തുറന്നിരിക്കുന്നു, തിങ്കളാഴ്ച അടച്ചിരിക്കുന്നു. ഇവിടെ സന്ദർശിച്ച് സ്വിറ്റ്സർലൻഡിന്റെ സമ്പന്നമായ ചരിത്രം നേരിട്ട് അനുഭവിക്കാൻ കഴിയും. മ്യൂസിയം വിസിറ്റിന് ശേഷം സ്വിറ്റ്സർലൻഡിനോട് താൽക്കാലികമായി യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ജർമ്മനിയിലേക്ക്.